ഹായ് ഫ്രണ്ട്സ്, മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ച് എന്ന രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് 1987 ടൈം ട്രാവൽ ചെയ്തെന്ന് അറിഞ്ഞിട്ടും യൂൻ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് ഷോക്കായി നിൽക്കുന്ന ഹേജുനെയാണ്. ആ സമയത്താണ് തന്റെ അമ്മ അതുവഴി പോകുന്നത് കണ്ടിട്ട് യൂൻ ഹേജുനെ പിടിച്ചു തെള്ളിയിട്ട് അമ്മയുടെ പുറകിന് പോകുന്നത്. അപ്പോൾ തന്നെ ഹേജുന്റെ ബോധവും പോയിരുന്നു. ആ സമയത്താണ് യൂനിന്റെ അമ്മ ഒരു പബ്ബിലേക്ക് പോകുന്നതായിട്ട് യൂൻ കാണുന്നത്. മടിച്ചാണ് യൂനിന്റെ അമ്മ ആ പബ്ബിലേക്ക് കയറുന്നതും ആ മൂന്ന് കൂട്ടുകാരികൾ നിർബന്ധിച്ചതുകൊണ്ടാണ് യൂനിന്റെ അമ്മ ഇപ്പോൾ ആ പബ്ബിലേക്ക് വന്നിരിക്കുന്നത്. യൂനിന്റെ അമ്മയ്ക്ക് ആ ഡ്രസ് അത്രയ്ക്ക് കംഫർട്ട് ഒന്നും ആയിരുന്നില്ല. അവിടെയുള്ള എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിലും യൂനിന്റെ അമ്മയ്ക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. യൂനിന്റെ അമ്മ അവിടെ നിന്ന് നേരെ വാഷ്റൂമിലേക്ക് പോയി. അമ്മയെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് യൂനും പോയി. യൂനിന് ഇതൊന്നും വിശ്വസിക്കാനേ സാധിക്കുന്നില്ലായിരുന്നു. യൂൻ കാണുന്നത് തന്റെ 19 വയസ്സുള്ള അമ്മയെയാണ്. യൂൻ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ അവോയ്ഡ് ചെയ്തതിനും അമ്മയെ വിഷമിച്ചതിനൊക്കെ സോറി പറയുന്നു. എന്നാൽ ഏതോ ഒരു പെണ്ണ് തന്റെ അമ്മയെന്നും വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് യൂനിന്റെ അമ്മയ്ക്ക് ആകപ്പാടെ പേടിയായി. എന്നാലും യൂൻ കരയുന്നത് കണ്ടിട്ട് യൂനിന്റെ അമ്മയ്ക്കും കരച്ചിൽ വന്നു. നീ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നെ എന്തെങ്കിലും ചെയ്യുവോ എന്നും ചോദിച്ചു യൂനിന്റെ അമ്മ ആകപ്പാടെ പേടിച്ചുപോയി. യൂനിന്റെ അമ്മ പെട്ടെന്ന് തന്നെ യൂനിന്റെ തലയിൽ ഒരു ഇടി വെച്ചു കൊടുത്ത് അവിടെ നിന്ന് ഓടിപ്പോയി. ആ സമയത്താണ് ആ പബ്ബിലേക്ക് പോലീസുകാർ വന്നത്. സ്റ്റുഡൻസിൽ പബ്ബിലൊന്നും വരാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ മൈനർ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നത്. അവർ പെട്ടെന്ന് തന്നെ ആ പാർട്ടി നിർത്തിയിട്ട് എല്ലാതെ ID കാർഡ് കാണിക്കാൻ പറഞ്ഞു. ഹേജന്റെ ബോധം കെട്ട സ്ഥലത്ത് നിന്ന് ആ പ്രിൻസിപ്പളും മറ്റൊരു വ്യക്തിയും കൂടെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് വ്യത്യാസമായി ഒരു പെൺകുട്ടി പെരുമാറുന്ന കാര്യം ആ കണ്ണാടി പയ്യൻ തന്റെ ഫ്രണ്ടിനോട് പറയുന്നത് ഹേജുൻ കേൾക്കുന്നത്. ഹേജുന് മനസ്സിലായി അത് യൂനാണെന്നുള്ളത്. എവിടെയാണ് ആ പെൺകുട്ടിയെ കണ്ടതെന്നും ചോദിച്ച് ഹേജുൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്താണ് പോലീസുകാരെ ഐഡിയും ചോദിച്ചുകൊണ്ട് യൂനിന്റെ അടുത്തേക്ക് വരുന്നത്. യൂൻ ടൈം ട്രാവൽ ചെയ്തു വന്നതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ID കാർഡ് ഒന്നും ഇല്ല. ആ കറക്റ്റ് സമയത്താണ് അങ്ങോട്ടേക്ക് ഹേജുൻ എത്തുന്നത്. ഹേജുൻ നോക്കുമ്പോൾ യൂനും അതേപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാം അവിടെ നിൽക്കുന്നത് കണ്ടു. ഹേജുനെ കണ്ട ആ സ്റ്റുഡൻസ് എല്ലാം പെട്ടെന്ന് തന്നെ ഹേജുന്റെ അടുത്തേക്ക് വന്നു. ഹേജുൻ അവരെല്ലാം വഴക്ക് പറഞ്ഞു. എന്നിട്ട് തന്റെ സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഹേജുൻ യൂനിനെയും വിളിച്ചു. എന്നാൽ യൂനിന്റെ അടുത്ത് നിന്ന പോലീസുകാരൻ യൂനിനെ വിടാൻ തയ്യാറായില്ല. നിങ്ങളുടെ ജോലി ക്രിമിനൽസിനെ പിടിക്കാനാണ്, അല്ലാതെ ഇതേപോലുള്ള യങ്സ്റ്റേഴ്സിനെ പിടിക്കാനൊന്നുമല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജോലിയെല്ലാം നന്നായി ചെയ് എന്നൊക്കെ ഹേജുൻ പറഞ്ഞു. എന്നാൽ ആ പോലീസുകാരന് ഹേജുൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. കാരണം 5 വർഷമായി ഈ വില്ലേജിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഏത് ക്രിമിനലിനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ ആ പോലീസുകാരൻ ചിന്തിച്ചു നിൽക്കുന്നു. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സീരിയൽ മർഡറും അതേപോലെ തന്നെ ഹേജുന്റെ മരണവും എല്ലാം ഈ പോലീസുകാരനായിരിക്കാം അന്വേഷിക്കുന്നത്. എന്താണ് ഹേജുൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പിന്നീട് കാണാം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൾ എത്തുന്നത്. പ്രിൻസിപ്പളിനെ അവിടെയുള്ള എല്ലാവർക്കും തന്നെ ബഹുമാനമാണ്. പ്രിൻസിപ്പൾ പറഞ്ഞ ആ സ്റ്റുഡൻസിനെ എല്ലാം അവിടെ നിന്ന് വിട്ടു, കൂടെ യൂനിനെയും. അടുത്ത ദിവസം എല്ലാവരും എന്നെ വന്ന് കാണണം എന്നും പറഞ്ഞിട്ടാണ് പ്രിൻസിപ്പൾ അവരെ അവിടെ നിന്ന് വിട്ടയക്കുന്നത്. ആ പോലീസുകാരനും പ്രിൻസിപ്പളിനെ ബഹുമാനമായതുകൊണ്ട് തന്നെ ആ പോലീസുകാരനും എതിർത്തൊന്നും പറഞ്ഞില്ല. യൂനിന് ഈ കണ്ട കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഹേജുൻ 2021 ജീവിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് ഹേജുനെ 1987 ആൾക്കാർക്ക് അറിയാവുന്നത്? അങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ് യൂനിന് എങ്ങോട്ട് പോകണമെന്നറിയാതെ യൂൻ നേരെ ഹേജുനെ ഫോളോ ചെയ്യുന്നു. നിങ്ങൾ ആരാണ്? ഇവിടെ എങ്ങനെയാണ് നോർമലായിട്ട് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ യൂൻ ഹേജുനോട് ചോദിക്കുന്നു. ഹേജുനാണെങ്കിൽ നേരെ യൂനിനെ വിളിച്ചുകൊണ്ട് തന്റെ കാറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഹേജുന് ഇനി തന്റെ ഐഡന്റിറ്റി പുറത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് യൂനിനോട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കാറിന്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ഹേജൻ ടൈം ട്രാവലിലെ എല്ലാ കാര്യങ്ങളും യൂനിനോട് പറയുന്നു. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് പൊക്കൊണ്ടിരുന്നതാണ്, എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നൊക്കെ ഹേജൻ യൂനിനോട് പറയുന്നു. എത്രയും പെട്ടെന്ന് ഈ കാർ ശരിയാക്കിയിട്ട് നിന്നെ തിരിച്ച് നിന്റെ ടൈം ലൈനിൽ തന്നെ കൊണ്ടുവിടണം. ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഡേഞ്ചർ ആണ്. യൂനിന് ID കാർഡ് ഒന്നും ഇല്ലല്ലോ, അതിനെ കുറിച്ചാണ് ഹേജൻ പറഞ്ഞത്. ആ സമയത്താണ് ആ കാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ എത്തുന്നത്. അങ്ങനെ ഹേജനും യൂനും ആ കാറും കെട്ടിവലിച്ചുകൊണ്ട് ഹേജുന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഹേജുന്റെ വീട് കണ്ട് യൂൻ ആകപ്പാട് ഷോക്കായി നിൽക്കുന്നു. ഇനി ഹേജുൻ ഈ ടൈം ലൈനിലുള്ള ആളാണോ എന്നൊക്കെ യൂൻ ചിന്തിക്കുന്നു. ആ സമയമാണ് യൂനിന്റെ അമ്മ നൈറ്റ് ക്ലബിൽ പോയ കാര്യം പറഞ്ഞ് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. യൂനിന്റെ അമ്മയുടെ അമ്മ, അതായത് യൂനിന്റെ മുത്തശ്ശി യൂനിന്റെ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. യൂനിന്റെ അമ്മ ഒരുപാട് കരഞ്ഞകത്തേക്ക് കയറ്റണം എന്ന് പറഞ്ഞെങ്കിലും യൂനിന്റെ മുത്തശ്ശി അതൊന്നും കേട്ടില്ല. അങ്ങനെ യൂൻ തന്റെ വീടിന്റെ ഫ്രണ്ടിലിരുന്ന് അപ്പുറത്തെ വീട്ടിൽ നോക്കി ഹേജുൻ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് നമുക്ക് വ്യക്തമാവുന്നത് യൂനിന്റെ അമ്മയുടെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് ഹേജുന്റെ വീട്. അതായത് യൂനും യൂനിന്റെ അമ്മയും ഇപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ യൂനിന് അമ്മ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ല. അടുത്ത ദിവസം എങ്ങനെയെങ്കിലും അമ്മയുടെ വീട് കണ്ടുപിടിക്കണം എന്നൊക്കെ യൂൻ ഓർക്കുന്നു. ആ സമയത്താണ് യൂനിന് കിടക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ ആയിട്ട് ഹേജുൻ എത്തുന്നത്. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ കിട്ടും, നീ ഒരിക്കലും പുറത്തു പോവരുത് എന്നും പറഞ്ഞ് ഹേജുൻ നേരെ തന്നെ കാർ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ വില്ലേജിൽ ഒരാൾ, ഇയാളെ നമുക്ക് ലീ എന്ന് വിളിക്കാം, ലീ വന്ന് രാവിലെ തന്നെ ഹേജുനെ വിളിക്കുന്നു. ആ വില്ലേജിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. ആ ഫംഗ്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീ ഹേജുനെ വിളിക്കുന്നത്. ഹേജുൻ ഒരുപാട് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല.
ലീ അങ്ങോട്ട് ഹേജുനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് തന്നെയാണ് അമ്മ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് യൂൻ വീട്ടിൽ നിന്ന് ചാടുന്നതും. അപ്പോഴാണ് യൂനിന്റെ അമ്മ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് കണ്ട് യൂനിന് സന്തോഷമായി. താൻ താമസിക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് വീട് തന്നെയാണല്ലോ അമ്മയും താമസിക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് യൂൻ സന്തോഷപ്പെട്ടത്. എന്നാൽ യൂനിന്റെ അമ്മയ്ക്ക് യൂനിനെ കണ്ടിട്ട് ആകപ്പാടെ പേടിയാണ്. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഈ പെങ്കൊച്ച് എന്തൊക്കെയോ പറയുന്നതായിട്ടാണ് യൂനിന്റെ അമ്മയ്ക്ക് തോന്നിയത്. യൂനിന്റെ അമ്മ പോകുന്ന സ്ഥലത്തെല്ലാം യൂനും ഫോളോ ചെയ്യുന്നു. നിങ്ങൾ എന്താണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ യൂനിന്റെ അമ്മ ചോദിക്കുന്നു. കാരണം ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ യൂൻ മറുപടി പറയുന്നു. യൂനിന്റെ അമ്മ ഭയങ്കര പാവമാണ്. എല്ലാത്തിനും തന്നെ യൂനിന്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. യൂനിന്റെ അമ്മയുടെ ക്യാരക്ടർ നമുക്ക് വ്യക്തമായി തന്നെ പിന്നീട് മനസ്സിലാവും. നിന്റെ അമ്മ ഇപ്പൊ നിന്റെ കൂടെ ഇല്ലേ? കഴിഞ്ഞ ദിവസം നീ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നീ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ യൂനിന്റെ അമ്മ യൂനിനോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് യൂനിന് ആകപ്പാടെ വിഷമമാവുന്നു. യൂനിന് വിഷമമായെന്ന് യൂനിന്റെ അമ്മയ്ക്ക് മനസ്സിലായി. എന്റെ പേര് സുനി എന്നാണ്, ഇനി മുതൽ തന്നെ അങ്ങനെ വിളിച്ചാൽ മതി, അമ്മയെന്നൊന്നും വിളിക്കണ്ട എന്നൊക്കെ യൂനിന്റെ അമ്മ പറഞ്ഞു. നമുക്കും ഇനി യൂനിന്റെ അമ്മയെന്ന് വിളിക്കണ്ട, സുനയെന്ന് തന്നെ വിളിക്കാം. തന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ തനിക്ക് ഒരു പേടി ഉണ്ടാവുന്നു എന്നും പറഞ്ഞിട്ട് സുനെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യൂൻ തന്നെ അമ്മയുടെ പേര് വിളിച്ചുകൊണ്ട് യൂനിനെ ഫോളോ ചെയ്ത് പോകുന്നു. യൂൻ പോകുന്നത് ഒരു സ്റ്റോറിലേക്കാണ്. ഇത് സുനയുടെ പേരൻസിന്റെ സ്റ്റോറാണ്. എന്നാൽ ഇന്ന് വില്ലേജിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവല്ലേ, അതുകൊണ്ട് അവരെല്ലാം അവിടെയാണ്. അതുകൊണ്ടാണ് സുനെ ഇന്ന് സ്റ്റോറിലേക്ക് എത്തിയത്. അങ്ങനെ സുനെ അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മ ഇത്ര സന്തോഷപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് യൂനിന് സന്തോഷമായി. യൂൻ പെട്ടെന്ന് തന്നെ ആരും കാണാതെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ആ സമയത്താണ് പഴയ കുറച്ച് കാര്യങ്ങളെല്ലാം യൂൻ ഓർക്കുന്നത്. യൂൻ ഒരു നോവലിസ്റ്റിന്റെ എഡിറ്ററായി വർക്ക് ചെയ്യല്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ യൂൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുനെ എത്തി, അതായത് യൂനിന്റെ അമ്മ. ആ സമയത്ത് സുനെ തനിക്കൊരു നോവലിസ്റ്റ് ആവണോ എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ യൂനിനോട് പറഞ്ഞിരുന്നു. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് യൂൻ എന്ന മറുപടി പറഞ്ഞത്. തനിക്കൊരു സൈൻ ഇട്ട ബുക്ക് മേടിച്ചുകൊണ്ട് വരണം എന്ന് സുനെ പറഞ്ഞു. അമ്മ ഇത് വായിക്കുവോ എന്നൊക്കെ യൂൻ ചോദിച്ചു. നീ ഇത് വായിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് സുനയുടെ ഹസ്ബൻഡ് സുനയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇതൊക്കെയാണ് ഇപ്പോൾ യൂൻ ഓർക്കുന്നത്. അമ്മയ്ക്ക് പണ്ട് മുതൽ തന്നെ വായിക്കാൻ ഇഷ്ടമായിരുന്നു, എന്നാൽ താൻ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നും യൂൻ ഓർത്ത് അവിടെ നിന്ന് പോകുന്നു. യൂൻ പോകുന്ന അതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് ഒരു കൊച്ചു പയ്യനും വരുന്നത്. ആ പയ്യൻ സുനയുടെ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്താണ് അകത്ത് സുനയെ ഇരിക്കുന്നത് കാണുന്നത്. സുനയെ കണ്ടപാട് ആ പയ്യനെ ക്രഷ് അടിക്കുന്നു. അവൻ ഒരുപാട് സമയം സുനയെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് സുനയെ ചോദിച്ചു. ആ സമയം അവൻ പെട്ടെന്ന് തന്നെ താഴേക്ക് വീണു. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് ആ പയ്യൻ മറുപടി പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ യൂനിനെ കാണിക്കുന്നത്. യൂൻ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. അതായത് അമ്മയുടെ കല്യാണം കഴിഞ്ഞത് 1988-ലാണ്. അതിന് ഒരു വർഷം മുന്നേ തന്നെ അച്ഛനുമായി റിലേഷനിലായി. അതിനുശേഷമായിരുന്നു അമ്മയുടെ വിവാഹവും. അതായത് ഈ വർഷം തന്നെയായിരിക്കും അമ്മയും അച്ഛനും കണ്ടുമുട്ടാൻ പോകുന്നത് എന്നൊക്കെ യൂൻ ആലോചിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒക്കെ മുടക്കണം എന്ന് യൂൻ ചിന്തിക്കുന്നു. യൂൻ പെട്ടെന്ന് തന്നെ സ്റ്റോറിലേക്ക് മടങ്ങി വരുന്നു. ആ സമയത്താണ് നിലത്ത് വീണ ആ പയ്യനെ സഹായിക്കുന്ന സുനയെ യൂൻ കാണുന്നത്. യൂൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ കാണുമ്പോൾ എന്നെ ഹേർട്ട് വല്ലാതെ ബീറ്റ് ചെയ്യുന്നു എന്നൊക്കെ ആ പയ്യൻ പറയുന്നു. യൂനിന് അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നു. യൂൻ പെട്ടെന്ന് തന്നെ ആ പയ്യന്റെ പേര് ചോദിച്ചു. എന്നാൽ ആ പേര് കേട്ടിട്ട് യൂനിന് ആകപ്പാട് ഷോക്കായി. കാരണം ഇത് തന്റെ അച്ഛനാണ്. യൂൻ അച്ഛന്റെ മുഖമെല്ലാം പിടിച്ചു നോക്കിയിട്ട് ഒരു തെള്ളു വെച്ചു കൊടുത്തു. യൂനിന് തന്റെ അച്ഛനെ തീരെ ഇഷ്ടമല്ലല്ലോ. തന്റെ അമ്മയുടെ ലൈഫ് കളഞ്ഞൊരു വ്യക്തിയാണ് അത്. യൂൻ സുനയോട് അകത്ത് കയറി പോകാൻ പറഞ്ഞിട്ട് തന്റെ അച്ഛനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയി. ഈ പെണ്ണെന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് യൂനിന്റെ അച്ഛന് മനസ്സിലായില്ല. യൂനിന്റെ അച്ഛന്റെ പേര് ഹേസബ് എന്നാണ്. ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഹേസബ് എന്ന് വിളിക്കാം. നിങ്ങളുടെ കാലിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേ, ഒന്ന് ഓടിക്കാണിച്ചേ എന്നൊക്കെ യൂൻ പറയുന്നു. അതും കേട്ട് ഹേസബ് ഒന്ന് ഓടിക്കാണിച്ചു. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ഹേസബിന്റെ കാലിന് എന്തെങ്കിലും പറ്റുന്നുണ്ടാവാം, അതുകൊണ്ട് തന്നെ ആയിരിക്കാം യൂൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ യൂൻ ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാം ഹേസബിനോട് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം അറിയുന്നത് എന്ന് ഹേസബ് ചോദിച്ചു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സുനിയുടെ അടുത്തേക്ക് വരും, മേലാൽ എന്റെ സുനിയുടെ അടുത്തേക്ക് വരരുത് എന്നൊക്കെ യൂൻ പറയുന്നു. ഇതൊക്കെ പറയാൻ നീ ആരാണ് എന്ന് ഹേസബ് തിരക്കി. ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം വിട്ടേക്കണം. നിങ്ങൾ രണ്ടും ഒരിക്കലും ചേരാൻ പാടില്ല. കാരണം നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എത്രമാത്രം സുനിയെ സ്നേഹിക്കുമെന്നും എനിക്കറിയാം. ഇതെല്ലാം ഞാൻ നേരത്തെ കണ്ടതാണ് എന്നൊക്കെ യൂൻ പറയുന്നു. എന്നാൽ യൂൻ പറയുന്നതൊന്നും ഹേസബിന് മനസ്സിലായില്ല. ആ സമയത്താണ് യൂനിന്റെ അങ്കിൾ യു അങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഹേസബും യുവും ബ്രദേഴ്സ് ആണ്. യൂനെ കണ്ടപാട് ഹേസബ് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി. ആ സമയത്തും നമ്മുടെ ഹേജുൻ മറ്റേ വില്ലേജുകാർ നടത്തുന്ന ആ ഫംഗ്ഷനിലാണ് ഇരിക്കുന്നത്. ആ സമയം ഹേജുൻ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പളിനെ കാണുന്നു. പ്രിൻസിപ്പളുമായി ഫ്യൂച്ചറിൽ സംസാരിച്ച കാര്യമെല്ലാം ഹേജുൻ ഓർക്കുന്നു. പ്രിൻസിപ്പളിന്റെ ഗ്രാൻഡ് സണ്ണിനെ ഒരു ലേക്കിന്റെ അടുത്ത് വെച്ച് കാണാതായി. അതൊക്കെ ഇപ്പോൾ ഹേജുൻ ആലോചിക്കുന്നു. അങ്ങനെ ഹേജുൻ
ഹേജുൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്താണ് അവിടെ യൂൻ ഇല്ല എന്നുള്ള കാര്യം ഹേജുൻ മനസ്സിലാക്കുന്നത്. ഇവളോട് ഞാൻ പുറത്തു പോവരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹേജുൻ കഴിഞ്ഞ ദിവസം യൂനിന് നൽകിയ ബ്ലാങ്കറ്റ് എല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു മാച്ച് ബോക്സ് കിട്ടുന്നത്. അന്ന് ലേക്കിന്റെ അടുത്ത് നിന്ന് യൂനിന് കിട്ടിയ ഒരു മാച്ച് ബോക്സ് ഇല്ലേ, ആ മാച്ച് ബോക്സ് ആണ് ഇപ്പോൾ ഹേജുന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഹേജുൻ ആ മാച്ച് ബോക്സിന്റെ അകത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പേപ്പർ ലഭിക്കുന്നു. ഹേജുൻ മരിച്ചു കിടക്കുമ്പോൾ തന്റെ ബോർഡിൽ അടുത്തു നിന്നും ഒരു മാച്ച് ബോക്സ് ലഭിച്ചില്ലായിരുന്നു. അതിലും ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഹേജുൻ തന്റെ ഫോണിൽ എടുത്തു വെച്ചിരുന്നു. ആ പേപ്പറും ഈ പേപ്പറുമായിട്ട് ഹേജുൻ കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇത് വായിക്കുന്ന പെൺകുട്ടി ഡേഞ്ചറിലാണ് എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത്. രണ്ട് പേപ്പറിലും ഒരേ വാചകം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് ഹേജുന് മനസ്സിലായില്ല. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് സുൻഹയാണ്. സുൻഹ സ്റ്റോറിലിരിക്കുന്ന സമയത്താണ് ആ മൂന്ന് പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്ക് നാളത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്, പുറത്തു വരാനൊക്കെ സുൻഹയെ അവർ മൂന്നുപേരും വിളിക്കുന്നു. എന്നാൽ സുൻഹയെ തന്റെ പേരൻസ് ഇവിടെ ഇരുത്തിയതാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും അവർ അതൊന്നും കേട്ടില്ല. അവർ മൂന്നുപേരും സുൻഹയെ വിളിച്ചുകൊണ്ടുപോയി ഒരു ലേക്കിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. മറ്റൊരു പെൺകുട്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് സുൻഹയുടെ സാധനങ്ങളൊന്നും കാണാനില്ല എന്ന് പറയണം എന്നതായിരുന്നു അവരുടെ മൂന്നുപേരുടെ ആവശ്യം. അവർ മൂന്നുപേരും ഒരു ബുള്ളി ടൈപ്പാണ്. അതിൽ തന്നെ ഏറ്റവും പ്രശ്നക്കാരി ഈ ലീഡർ കൊച്ചാണ്. സുൻഹയ്ക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഒരാളെ ചീറ്റ് ചെയ്യുവല്ലേ എന്നൊക്കെ സുൻഹ പറഞ്ഞു. നീ കൂടുതൽ ഇന്നസെന്റ് ഒന്നും ആവണ്ട, നിന്നെ പോലെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരെ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ആ ലീഡർ കൊച്ച് സുൻഹയെ ആ ലേക്കിന്റെ അടുത്തേക്ക് തെള്ളി കൊണ്ടുപോകുന്നു. അവസാനം സുൻഹയെ അവൾ ആ ലേക്കിലേക്ക് പിടിച്ച് തെള്ളി. ആ സമയത്ത് യുൻ സുൻഹയെ കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റോറിലേക്ക് പോയി. എന്നാൽ യുൻ നോക്കുമ്പോൾ അവിടെ സുൻഹയില്ല. ആ സമയത്താണ് സുൻഹ എഴുതിയിരുന്ന ഒരു ബുക്ക് യുൻ കാണുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യുൻ അത് വായിക്കുന്നു. അത് കണ്ട് ഷോക്കായി യുൻ പെട്ടെന്ന് തന്നെ സുൻഹയെ തിരക്കി ഇറങ്ങി. ആ സമയത്ത് തന്നെയാണ് ആ ലീഡർ വെച്ച് സുൻഹയെ പിടിച്ച് ലേക്കിലേക്ക് തെള്ളിയതും. നീന്താൻ അറിയാതെ സുൻഹ അവിടെ കിടന്ന് പിടയ്ക്കുന്നത് യുൻ കണ്ടു. പെട്ടെന്ന് തന്നെ യുൻ ആ ലേക്കിലേക്ക് ഇറങ്ങി സുൻഹയെ രക്ഷപ്പെടുത്തി. ആ സമയം അങ്ങോട്ടേക്ക് മറ്റൊരു പെൺകുട്ടി എത്തിയിരുന്നു. ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ സുൻഹയുടെ അടുത്ത് പോയിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. പെൺകുട്ടി ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ, നിങ്ങൾ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുവാണോ, നിങ്ങളെല്ലാം ഫ്രണ്ട്സ് അല്ലേ, സഹായിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു യുൻ അവരോട് മൂന്നുപേരോടും ദേഷ്യപ്പെടുന്നു. അവൾ തമാശ ചെയ്യുകയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് അതിലൊരു പെൺകുട്ടി പറഞ്ഞു. ഒരാളുടെ ജീവൻ വെച്ച് അയാൾ തന്നെ തമാശ കാണിക്കുവോ എന്നും ചോദിച്ചു യുൻ അവരോട് ദേഷ്യപ്പെട്ടു. ഇതിലെല്ലാം ഇടപെടാൻ നീ ആരാണെന്നും ചോദിച്ചുകൊണ്ട് ആ ലീഡർ കൊച്ച് അങ്ങോട്ടേക്ക് വന്നു. ആ ലീഡർ കൊച്ചിന്റെ ആറ്റിറ്റ്യൂഡ് സ്വഭാവം എല്ലാം കണ്ടുകൊണ്ട് ആ നോവലിസ്റ്റിന്റെ പേര് യൂൻ വിളിക്കുന്നു. അതായത് യൂൻ ഒരു നോവലിസ്റ്റിന്റെ അണ്ടറിൽ എഡിറ്ററായി ജോലി ചെയ്യുകയല്ലായിരുന്നു. അത് 2021 ഇപ്പോൾ അവർ 1987 ആ സമയത്ത് ആ നോവലിസ്റ്റിന് ഈ ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് യൂൻ ഇത് നോവലിസ്റ്റ് ആണെന്ന രീതിയിൽ നോവലിസ്റ്റിന്റെ പേര് വിളിച്ചത്. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. യൂൻ നേരത്തെ സുൻഹ എഴുതിയിരുന്ന ഒരു ബുക്ക് വായിക്കുന്നില്ലായിരുന്നോ, അതിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് യൂൻ ഷോക്കായില്ലായിരുന്നോ, അതെന്തെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. നോവലിസ്റ്റ് തന്റെ 19ാമത്തെ വയസ്സിൽ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തിരുന്നു. എന്നാൽ തന്റെ ആദ്യത്തെ നോവൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും ആ നോവൽ വായിച്ചിട്ടാണ് ഒരുപാട് പേര് അവരുടെ ഫാനായി മാറിയതും. യൂൻ ഉൾപ്പെടെ അവരുടെ ഫാനായി മാറിയത് ആ 19ാമത്തെ വയസ്സിലെ ആ നോവൽ കാരണമാണ്. എന്നാൽ ആ നോവലിസ്റ്റ് തന്റെ 19ാമത്തെ വയസ്സിൽ എഴുതിയിരുന്ന ആ കഥ ഇപ്പോൾ ശരിക്കും സുൻഹയുടെ ബുക്കിലാണുള്ളത്. ശരിക്കും ആ ഒരു സ്റ്റോറി എഴുതിയത് നോവലിസ്റ്റ് അല്ല, യൂനിന്റെ അമ്മയാണ്, അതായത് സുൻഹയെ. അത് അറിഞ്ഞുകൊണ്ടുള്ള ഷോക്കിലാണ് യൂൻ. ഒരുപക്ഷെ സുൻഹയുടെ കയ്യിൽ നിന്ന് ആ നോവലിസ്റ്റ് ഇത് അടിച്ചു മാറ്റിയതാവാം. അങ്ങനെയാണ് അവർ ഇത്ര ഫേമസ് ആയതും. അതറിഞ്ഞുകൊണ്ടുള്ള ഷോക്കിലാണ് യൂൻ. ഈ ലീഡർ വെച്ചായിരിക്കും ഇനി ആ നോവലിസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് അവൾ നോവലിസ്റ്റിന്റെ പേര് വിളിക്കുന്നത്. എന്നാൽ യൂൻ വിചാരിച്ചതുപോലെ ആ ലീഡർ വെച്ചായിരുന്നില്ല. മുന്നേ സുൻഹയുടെ അടുത്ത് ഒരു പെൺകൊച്ചു വന്നിരുന്നില്ലേ, അതാണ് ശരിക്കും നോവലിസ്റ്റ്. സുൻഹയുടെ കഥ അടിച്ചു മാറ്റുന്നത് ഈ കൊച്ചാണ്. ആ പെൺകൊച്ച് അവിടെ നിന്ന് തന്റെ മാലയിൽ പിടിക്കുന്നത് കണ്ടതോടെ യൂനിന് അത് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് അവളുടെ നോവലിസ്റ്റും മാലയിൽ പിടിക്കുന്നത്. അത് കണ്ടതോടെ ഇത് തന്നെയാണ് ആ നോവലിസ്റ്റ് എന്നുള്ള കാര്യം യൂനിന് ഉറപ്പായി. യൂൻ അതിൽ ഷോക്കായി നിൽക്കുകയായിരുന്നു. അവൾക്ക് ഒന്നും പറയാൻ പോലും സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ യൂൻ സുൻഹയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. തന്റെ അമ്മ ഡോക്ടറാണെന്നും ഇവളുടെ കണ്ടീഷൻ മോശമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും ഒക്കെ ആ നോവലിസ്റ്റ് പറഞ്ഞു. അതേസമയം ആ ലീഡർ വെച്ച് സുൻഹയുടെ അടുത്ത് നാളെ സ്കൂളിൽ കാണാമെന്ന് പറഞ്ഞു. യൂനും സുൻഹയും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോയി. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് വന്നു. തനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നോട് ക്ഷമിക്കണം എന്നൊക്കെ സുൻഹ പറഞ്ഞു. എന്നാൽ യൂൻ ചോദിക്കുന്ന ആ പെൺകുട്ടികളെ കുറിച്ചാണ്. നിങ്ങളെല്ലാം ഒരേ സ്കൂളിലാണോ എന്ന് യൂൻ തിരക്കി. അതെ, ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണെന്ന് യൂനിന്റെ അമ്മ മറുപടി പറഞ്ഞു. യൂനിന്റെ അമ്മ ആ സ്കൂളിൽ ഒരു പാവം പിടിച്ച കുട്ടിയാണ്. അവൾക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. ആകെയുള്ളതോ ഈ ബുള്ളിങ് ആയിട്ടുള്ള ഫ്രണ്ട്സും. അവരും കൂടെ മിണ്ടിയില്ലെങ്കിൽ ആ സ്കൂളിൽ അവൾ ഒറ്റയ്ക്കായി പോവും. അതുകൊണ്ട് തന്നെയാണ് സുൻഹ അവരോട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും യൂനിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുൻഹയുടെ അമ്മ വിളിക്കുന്നത്. അങ്ങനെ സുൻഹ ഇതാരോടും പറയരുതെന്നും പറഞ്ഞ് പ്രോമിസ് മേടിച്ചിട്ട് നേരെ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ആ സമയം ഹേജൻ തന്റെ കാർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ എങ്ങനെയൊക്കെയോ ഹേജുൻ ആ കാറ് ശരിയാക്കി. അങ്ങനെ ഹേജുൻ അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യൂൻ എത്തുന്നത്. യൂൻ ആകെപ്പാടെ വിഷമത്തിലാണ് അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്. തനിക്ക് ഇപ്പോഴേ തിരിച്ചു പോകണ്ട, കുറച്ച് കാര്യങ്ങൾ കൂടി തനിക്ക് ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ യൂൻ ഹേജുനോട് പറയുന്നു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.